പറുദീസയിലെ കനി എന്ന പേരുള്ള ഗാഗ് ഫ്രൂട്ട് ഇങ്ങ് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി സ്വദേശി ജേക്കബ് ചേട്ടന്റെ വീടിനു മുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ചെറുതും വലുതും വിളവെടുക്കാനായതുമായ പരുവത്തിൽ പല വർണ്ണങ്ങളിലാണ് ഇവ ഉണ്ടായിരിക്കുന്നത്. ഒരു കൗതുകത്തിന് നട്ടുപിടിപ്പിച്ച ഈ അപൂർവ പഴം വിളഞ്ഞു കിടക്കുന്നത് കാണാൻ ഒട്ടേറെ പേർ കുമ്പളങ്ങിയിലേക്ക് എത്തുന്നുണ്ട്. കാണാം ജേക്കബ് ചേട്ടന്റെയും ക്രിസ്റ്റീന ചേച്ചിയുടെയും വീട്ടിലെ ആ സ്വർഗ കനിയെ. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. പ്രകൃതി രമണീയമായ ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങിയിൽ അതിമനോഹരമായിട്ട് വിളഞ്ഞു നിൽക്കുകയാണ് സ്വർഗത്തിലെ കനി. ഗാഗ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന സ്വർഗത്തിലെ കനി കാണണമെങ്കിൽ കുമ്പളങ്ങിയിലെ മത്സ്യത്തൊഴിലാളിയായ ജേക്കബ് ചേട്ടൻ്റെ വീട്ടിലേക്ക് വരണം. ജേക്കബ് ചേട്ടൻ്റെ വീട്ടിൽ ജേക്കബ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്റ്റീന ചേച്ചിയും ഒരുമിച്ച് വിളയിച്ചു നിർത്തിയിരിക്കുകയാണ് സ്വർഗത്തിലെ കനികൾ, ഗാഗ് ഫ്രൂട്ടുകൾ. ആദ്യം പച്ച നിറം, പിന്നെ മഞ്ഞ, ഓറഞ്ച്, ഒടുവിൽ ചുവപ്പ് നിറം. മാറിക്കൊണ്ടിരിക്കുന്ന ഈ സ്വർഗത്തിലെ കനി ആളൊരു വിദേശിയാണ്. കടൽ കടന്ന് വിയറ്റ്നാമിൽ നിന്നെത്തിയ ഗാഗ് ഫ്രൂട്ട് ഇവിടെ എറണാകുളം കുമ്പളങ്ങിയിലും വേരുപിടിച്ചു കഴിഞ്ഞു. സ്വർഗം വന്ന് ഒരു പ്രതിനിധി തന്നെയാണ് ഇവിടെ. എങ്ങനെ ഇത് ഇവിടെ എത്തി? ഇത് കിട്ടിയത് എൻ്റെ ഒരു അനിയത്തിയുടെ കൂട്ടുകാരത്ത് കൊടുത്തതാണ്. അവർ കൊണ്ടുവന്ന് അവിടെ വെച്ച് അതിൻ്റെ ഒരു തൈ നമ്മുടെ വൈഫിന് കൊടുത്തതാണ്. എന്താണെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. ഇത് അവിടെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കായക്കിടാന്ന് പറയും, പൂവിടാൻ തുടങ്ങി. നമ്മുടെ പൂവില്ല, കായുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്നെ ഒരു അടിയിലൊരു പൂവായിട്ട് വന്നു. അതിങ്ങനെ വന്ന് പൂവാവും, പിറ്റേ ദിവസം കരിഞ്ഞങ്ങോട്ട് പോവും. അങ്ങനപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടെന്നുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചപ്പോഴാണ് ചോദിച്ചത് അതിൻ്റെ വരെ ആണും പെണ്ണും ഉണ്ടെങ്കിൽ കായ ഉണ്ടാവുള്ളൂ. അന്ന് ആമ്പൂ കൊണ്ട് വെച്ച് ഇതിന് ഒന്നും തമ്മിൽ പറയണം നടത്തിയാൽ മതി ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് കറക്റ്റായിട്ട് അന്നൊക്കെ എനിക്ക് 2-3 കിട്ടുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ് ഈ ആണ് കിട്ടണില്ല. അങ്ങനെ പിന്നെ എനിക്ക് വെച്ചിട്ട് പിന്നെ കിട്ടിയ പെണ്ണ് തന്നെ. പിന്നെ ഞാൻ അങ്ങനെ അനിയൻ്റെ വീട്ടിൽ ഇരുന്നിച്ചത് ആ തൈ എടുത്തുകൊണ്ട് പോകുന്നു, ചുവടെ എടുത്തുകൊണ്ട് പെട്ടെന്ന് വെച്ച് ഈ കൊല്ലമാണ് എനിക്കിത് മൊത്തത്തിൽ ഇപ്പോൾ കിട്ടിയത്. പൂവെല്ലാം ഉണ്ടാകുന്നുണ്ട്, ഇവത്തിൽ ഇപ്പോൾ കായും ഉണ്ടായിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ കലവറയായ ഈ വിദേശി പഴം നമ്മുടെ കാലാവസ്ഥയിലും 100 മേനി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കുമ്പളങ്ങിയിലെ മത്സ്യത്തൊഴിലാളിയായ ജേക്കബും ഭാര്യ ക്രിസ്റ്റീനയും. കണ്ടിട്ടുണ്ട് വലിയ നല്ല ഒരു നമുക്ക് കണ്ടാൽ അപ്പം തന്നെ എടുത്ത് തിന്നാനൊക്കെ തോന്നും. ഇതിന് ചെറിയൊരു ചവർപ്പാണ്. ഇത് വല്ല നമ്മൾ ഫ്രൂട്ട്സായിട്ട് വല്ല എന്തെങ്കിലും ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും അടിച്ചു വേണം ഇത് കഴിക്കണം. ഇത് പറയണത് യൗവനം നിലനിർത്തുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ജേക്കബ് ചേട്ടന്റെ വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ഗാഗ് ഫ്രൂട്ട് വിളഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഏവരിലും കൗതുകമുണർത്തുന്ന ഒന്നാണ്. കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഈ പഴം രുചിയിലും വ്യത്യസ്തമാണ്. വില പറയണത് മാർക്കറ്റിൽ പറഞ്ഞ 1500, 1300 ഒക്കെയാണ് പറയണത്. പിന്നെ എൻ്റെ കുരുവിന് എന്താണ് 2000 രൂപയായിട്ടുണ്ട്. കുരു എണ്ണ എടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ യവനം എടുത്തെന്ന് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കിഷ്ടമില്ല. ഞാൻ തൊട്ട് നോക്കിയിട്ട് ഒരു ഷവർപ്പുള്ള കാരണം ഞാൻ കഴിച്ചിട്ടില്ല. അല്ലത് കഴിക്കണം, കഴിച്ചാലല്ലേ യൗവനം നിലനിർത്താൻ പറ്റുള്ളൂ. ജേക്കബിന്റെ ഒപ്പം യൗവനം നിലനിർത്തുന്നുണ്ട്. പിള്ളേരൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ 3 വർഷമായി ഇതിന്റെ പരിപാലനം ആരംഭിച്ചിട്ടെന്നും നാട്ടിൽ അപൂർവമായി വിളഞ്ഞു നിൽക്കുന്ന ഗാഗ് ഫ്രൂട്ട് കാണുന്നതിനായി ഒട്ടേറെ ആളുകൾ ഇവിടേക്ക് എത്താറുണ്ടെന്നും ജേക്കബ് പറഞ്ഞു. ഇത് നട്ടു വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരു 3 വർഷമായി. 3 വർഷമായി. അപ്പൊ ഈ വർഷമാണ് കൂടുതൽ ഉണ്ടാകാൻ തുടങ്ങിയത്. ഇത് ഒരു 10-25 വർഷം വരെ നിൽക്കുമെന്ന് പറഞ്ഞത്. ഇത് ഈ സീസൺ കഴിയുമ്പോൾ ഇതിൻ്റെ മെയിൻ തണ്ട് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കട്ട് ചെയ്ത് അത് കഴിയുമ്പോൾ കിളർത്ത് വരും. ആ കിളർത്ത് വരുമ്പോഴാണ് ഇതിന് കായ ഉണ്ടാകും. ആൺപൂവാണെങ്കിൽ അതിൻ്റെ വെറുതെ പൂ മാത്രമേ ഉണ്ടാവുള്ളൂ. പെമ്പൂവാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു കായ ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഇത് കായ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ പലിച്ചാന്നും പോരിയൊന്നുമില്ല, നല്ല ബലമാണ്. ഇതുപോലെ കട്ട് ചെയ്തതിനെ എടുക്കണം. ഗാഗ് ഫ്രൂട്ട് അത് ഏറ്റവും മനോഹരമായി തന്നെ ഇവിടെ വിളയിച്ചെടുത്തിരിക്കുകയാണ്. ഗാഗ് ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള കുരുവാണിത്. ഇത് നമ്മൾ ഏതായാലും ഞാനൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം യൗവനം നിലനിർത്താനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാലും ജേക്കബ് ഏട്ടൻ പറഞ്ഞത് അനുസരിച്ച് തന്നെ നമുക്ക് ഈ ഗാഗ് ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, ചെറിയൊരു ചവർപ്പെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇനി പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ യൗവനം ഇതിലും മനോഹരമായിട്ട്
നിലനിർത്താൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ജേക്കബ് ചേട്ടൻ്റെ ഈ കൃഷിയിടത്തിലെ ഈ ഗാഗ് ഫ്രൂട്ടുകൾ, ഈ സ്വർഗത്തിലെ കനി കാണുവാനായിട്ട് എല്ലാവരും എത്തിച്ചേരുക. ക്യാമറമാൻ സിമുലേഷനൊപ്പം റിഡ്ജൻ റിബല്ലോ, Metro 7 News. We are certified swimming instructors from Interdive, ഈ സമ്മറിൽ Interdive is coming up with lots of swimming activities. not only for just 10 days, But at 20 days exclusive classes from every Monday to Saturday. class timings from morning 6 a.m. to 12 p.m., then afternoon 2 p.m. to 9 p.m. And after 20 days class, Interdive is providing you with free trial beach swimming with full safety and awareness.